ഡിസംബർ 15-ാം തീയതി വരെ വിശദമായ വാദം കേൾക്കുന്ന ആ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഇനി ഡിസംബർ 15-ന് 9 ദിവസം ബാക്കിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ അതിന്റെ ആ സമയമാണ്. വേണമെങ്കിൽ വന്ന് വോട്ട് ചെയ്യാം രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പാലക്കാടേക്ക് പോകാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിന് മുന്നിൽ നിന്ന് ഗോകുൽ VS കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, MLA ഓഫീസ് തുറന്നോ, പ്രവർത്തിക്കുന്നുണ്ടോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ആരോപണം വന്നതിന് ശേഷം തന്നെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ തന്നെയാണ് MLA ഓഫീസിന്റെ പ്രവർത്തനം. പക്ഷേ ആളുകൾ സ്വാഭാവികമായും ഇവിടേക്ക് ഇപ്പോൾ എത്താറില്ല. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ആരോപണങ്ങളൊക്കെ വന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരുന്നത് മാറ്റി നിർത്തുന്നു. അതേസമയം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MLAക്ക് നൽകാൻ കഴിയുന്ന പല ശുപാർശ കത്തുകളൊന്നും തന്നെ ഈ കാലയളവിൽ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഇപ്പോൾ MLA ഓഫീസിലേക്ക് ആളുകൾ വരുന്നത് കുറവാണ്. MLAയുടെ സ്റ്റാഫായിട്ടുള്ള സുജിത്ത് മാത്രമാണ് ഇപ്പോൾ ഈ ഓഫീസിലുള്ളത്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും കഴിഞ്ഞ തവണയൊക്കെ തന്നെ വന്നപ്പോഴും തന്നെ അദ്ദേഹത്തിന് അറിയില്ല, രാഹുൽ എവിടെയാണെന്നോ അറിയില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ അറസ്റ്റ് കൂടി തടഞ്ഞ സാഹചര്യത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കാം. ഇപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പിന്നീട് MLA എന്തെങ്കിലും ഈ അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ ബന്ധപ്പെടുകയും ഇങ്ങോട്ട് വരുന്നതായിരിക്കും പറഞ്ഞിരുന്നു? ഇല്ല, ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. വാർത്തകൾ മാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ് ഞങ്ങൾക്കുള്ള അറിവുള്ളൂ. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ആരെങ്കിലും വഴിയൊക്കെ? ഇല്ലല്ല, അങ്ങനെ ഒന്നും ഞങ്ങൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. വാർത്തകളിൽ കണ്ടു. അപ്പോൾ താൽക്കാലികം മറ്റൊരു ആശ്വാസം തോന്നി. ഈ അറസ്റ്റ് തടഞ്ഞ സ്ഥിതിക്ക് ഒരു വർഷം ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ടല്ലേ? എനിക്കത് കൃത്യമായിട്ട് അറിവില്ല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ വീണ്ടും കാണിക്കുന്ന 2ാമത്തെ ഒരു ഇത് കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആൻറ്റിസിപ്പേറ്ററി മൂവ് ചെയ്തെന്ന് വാർത്തകളിൽ കണ്ട ഒരു അറിവാണുള്ളത്. അപ്പം അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. പരാതി വന്നതിന് ശേഷം പിന്നീട് MLA ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ലല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളും. എന്താ ചെയ്യേണ്ടതെന്ന്? അല്ല, ഞങ്ങൾ സാധാരണ ഓഫീസ് മുമ്പ് ഇതേപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോഴും ഓഫീസിലെ ഫങ്ഷൻസ് എല്ലാം കൃത്യം പോലെ പാലിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ആ നിലയിൽ ഇപ്പോഴും ഓഫീസിൻ്റെ ഫങ്ഷൻസ് പരമാവധി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അങ്ങനെയാണ് അല്ലേ? അത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ വഴിക്ക് ഓഫീസിൽ വരുന്ന കാര്യങ്ങൾ PA എന്നല്ല ഒരു ഉത്തരവാദിത്തത്തിൽ ഞാനും ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫുകളും നിറവേറ്റി പോകുന്നുണ്ട്. ബാക്കി ഇനിയൊക്കെ അദ്ദേഹത്തെ നിർദ്ദേശം നൽകിയതിന് ശേഷമായിരിക്കും അല്ലേ? അത്രയേ ഉണ്ടാവുള്ളൂ. ഏതായാലും ഇവർക്കും എവിടെയാണ് രാഹുൽ എന്നുള്ളതിൽ സംബന്ധിച്ച് കൃത്യമായ ധാരണകളില്ല. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ, ഈ അറസ്റ്റ് തടഞ്ഞ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ സാധാരണ രീതിയിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ മാത്രം, അവിടുത്തെ ക്ലറിക്കൽ ജോലികൾ മാത്രം ചെയ്ത് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിൽ ഒരു സ്റ്റാഫ് മാത്രമാണുള്ളത്. സ്റ്റാഫിന് ഇതേക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നുള്ളതാണ് അറിയുന്ന കാര്യം.